കാര്യങ്ങൾ കൈവിട്ടു പോയെന്ന് ലോക പോലീസായ അമേരിക്കയ്ക്കും തോന്നി തുടങ്ങി. മുട്ടനാടുകളെ തമ്മിലടിപ്പിച്ച് രസിക്കുന്ന കുറുക്കന്റെ റോളിലായിരുന്നു ഇതുവരെ അമേരിക്ക. ഇനി പണി പാളുമെന്ന് തോന്നിയതോടെ രക്ഷകന്റെ റോളിൽ അവതരിച്ചിരിക്കുകയാണ്. മാസങ്ങൾ പിന്നിട്ട് നീളുകയാണ് ഇസ്രായേൽ ഗസ പോരാട്ടം. ലോകം മുഴുവൻ ഇസ്രായേലിനെ കുറ്റപ്പെടുത്തി തുടങ്ങി. ആദ്യം അങ്ങും ഇങ്ങും തൊടാതെ നിന്നെങ്കിലും ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലിനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. പാവം നെതന്യാഹു, യു ടു ബ്രൂട്ടസേ നീയും എന്ന അമ്പരപ്പിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി. വെറുതെ തള്ളിപ്പറഞ്ഞതല്ല, നെതന്യാഹുവിന്റെ യുദ്ധതന്ത്രത്തിൽ വലിയ പിഴവ് പറ്റിയിരിക്കുന്നു എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞത്. സത്യത്തിൽ ഓന്തിനു പോലും ഇമാതിരി നിറം മാറാൻ പറ്റില്ല. ഇരുവിഭാഗങ്ങളും വെടിനിർത്തൽ പ്രഖ്യാപിക്കണം എന്നാണ് ബൈഡന്റെ ആവശ്യം. കുറഞ്ഞത് 6-8 ആഴ്ചത്തേക്ക് പോരാട്ടത്തിന് ഇടവേള വേണമെന്നാണ് ബൈഡൻ പറയുന്നത്. ഹമാസ് പിടിവള്ളിയായി തടഞ്ഞു വച്ചിരിക്കുന്ന ബന്ദികളിൽ ചിലരെയെങ്കിലും മോചിപ്പിച്ചാൽ മാത്രമേ വെടിനിർത്തൽ സാധ്യമാകൂ എന്ന നിലപാടിൽ ഇസ്രായേൽ ഉറച്ചു നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇസ്രായേലിനെ തള്ളിപ്പറഞ്ഞ് അമേരിക്ക എത്തിയത്. വെടിനിർത്തൽ വേണമെന്നാണ് ഇസ്രായേലിനോട് ആവശ്യപ്പെടുന്നതെന്നാണ് ഒരു ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ബൈഡൻ പറഞ്ഞത്. 6-7 ആഴ്ച വെടിനിർത്തൽ തുടരണം. ഈ കാലയളവിൽ ഗസയിൽ ഭക്ഷണവും ഔഷധവും മറ്റ് അവശ്യ സാധനങ്ങളും ലഭ്യമാക്കണം, ബൈഡൻ അഭിമുഖത്തിൽ വ്യക്തമാക്കി. സൗദി, ജോർദാൻ, ഈജിപ്ത് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോട് ഇക്കാര്യം സംസാരിച്ചതായും ബൈഡൻ പറഞ്ഞു. വെടിനിർത്തൽ ചർച്ചകളുമായി ഈ രാജ്യങ്ങൾ മുന്നോട്ടു പോവുകയാണെന്നും ബൈഡൻ വ്യക്തമാക്കി. ഗസയിലെ ജനങ്ങൾക്ക് ഭക്ഷണം, ഔഷധം ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ നിഷേധിക്കുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ലെന്നും ബൈഡൻ അഭിമുഖത്തിൽ പറഞ്ഞു. നെതന്യാഹുവിന്റെ സമീപനത്തോട് ഒട്ടും യോജിപ്പില്ലെന്നും ബൈഡൻ തുറന്നടിച്ചു. ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ US നിലപാടിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ലെന്നാണ് ബൈഡന്റെ അഭിമുഖത്തിന് പിന്നാലെ വൈറ്റ് ഹൗസ് പ്രതികരിച്ചത്. വെടിനിർത്തലും ബന്ദികളെ വിട്ടയക്കലും ഈ വിഷയത്തിൽ US പിന്തുടരുന്ന നിലപാടിന്റെ ഭാഗം തന്നെയാണെന്നും അതാണ് പ്രസിഡന്റ് പറഞ്ഞതെന്നും വൈറ്റ് ഹൗസ് വ്യക്തമാക്കി. നിലപാടിൽ മാറ്റം വരുത്തിയിട്ടില്ല, ദീർഘനാളായുള്ള നിലപാട് തന്നെയാണ് ബൈഡൻ പറഞ്ഞതെന്നും എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ വേണമെന്ന ആവശ്യമാണ് US മുന്നോട്ട് വയ്ക്കുന്നതെന്നും വൈറ്റ് ഹൗസ് വ്യക്തമാക്കി. അതിനിടെ കൂടുതൽ രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇസ്രായേലിന് മേൽ തുർക്കി വ്യാപാര നിയന്ത്രണം ഏർപ്പെടുത്തി. സിമന്റ്, ഇരുമ്പ്, ഉരുക്ക് തുടങ്ങി 54 വസ്തുക്കളുടെ കയറ്റുമതിക്കാണ് നിയന്ത്രണം. ഗാസയ്ക്ക് വ്യോമമാർഗം സഹായം നൽകാനുള്ള ശ്രമം ഇസ്രായേൽ തടഞ്ഞെന്നും അതാണ് വ്യാപാര നിയന്ത്രണം കൊണ്ടുവന്നതെന്നും തുർക്കി വ്യക്തമാക്കി. ഇസ്രായേൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ഗാസയിലേക്ക് തടസ്സമില്ലാതെ ജീവകാരുണ്യ സഹായം എത്തിക്കാനുള്ള വഴി തുറക്കുകയും ചെയ്യും വരെ നിയന്ത്രണങ്ങൾ തുടരുമെന്നും തുർക്കി അറിയിച്ചു. ഗാസയ്ക്ക് കൂടുതൽ സഹായം അനുവദിച്ചില്ലെങ്കിൽ ഇസ്രായേലിന് ഉപരോധം ഏർപ്പെടുത്തുമെന്നാണ് ഫ്രാൻസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്.